ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോയമ്പിലെ ഒന്നാം വെള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഉപവസിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആദ്യ വെള്ളിയാഴ്ച നമ്മൾ ഉപവസിക്കുന്നില്ല. കാരണം കുറച്ചുകൂടി പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് വെള്ളി, ശനി, ഞായർ 3 ദിവസം തുടർച്ചയായിട്ട് കഴിക്കേണ്ട ഭക്ഷണത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ കഴിക്കേണ്ടത് മത്തങ്ങ സാലഡാണ്. വളരെ രുചികരമായ ഒരു സാലഡ്. നിങ്ങൾ നിർബന്ധമായും അത് പ്രിപ്പയർ ചെയ്യണം, കഴിക്കണം. കാരണം നമ്മുടെ ലങ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ, ശുദ്ധിയാക്കാനുള്ള ഏറ്റവും നല്ല മരുന്നും കൂടിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. മത്തങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത്. നമ്മളൊരു പാത്രത്തിലേക്ക് മത്തങ്ങ ഗ്രേറ്റ് ചെയ്തത് ഇടുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എത്ര പേരുണ്ടോ അത്രയും ആവശ്യമുള്ളത് ചേർക്കുക, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ ചുരണ്ടിയത് ചേർക്കണം. തേങ്ങ ചുരണ്ടിയത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ്, റോക്ക് സോൾട്ട് ചേർക്കണം. കറിവേപ്പില ചേർക്കണം. അതിനുശേഷം കടല അല്പം, വീണ്ടും അതിനുശേഷം ഇത് തൈര്, നന്നായിട്ട് തൈര് ചേർക്കണം. ഇതിനകത്ത് തൈര് നന്നായിട്ട് ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. വളരെ രുചികരമായ നിങ്ങൾ അതിശയിച്ചു പോകും. അത്രയ്ക്ക് നല്ല ഒരു രുചികരമായ ഒരു സാലഡാണ്. മാത്രമല്ല ഇതൊരു മരുന്നു കൂടിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിർബന്ധമില്ല ഇത്, താല്പര്യമുണ്ടെങ്കിൽ ഒരല്പം നെയ്ക്കകത്തേക്ക് കടുക് പൊട്ടിക്കുക. ചെറിയ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഈ കടുക് പൊട്ടിക്കുക, കടുക് താളിക്കുക എന്നതുപോലെ അതുകൂടെ ചെയ്താൽ കൂടുതൽ രുചികരമായിരിക്കും. നെയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് ചേർക്കുക. അപ്പോൾ ഇതായിരിക്കും ഈ നോയമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലെ പ്രഭാത ഭക്ഷണം. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം, കഴിക്കണം. മാത്രമല്ല ഇന്ന് വേറൊന്നുമില്ല, രാവിലെ ഇത് മാത്രം കഴിച്ച് അവസാനിപ്പിക്കണം. ഉച്ചയ്ക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഫുഡുണ്ട്, അത് കൃത്യമായിട്ട് പറഞ്ഞുകൊള്ളാം. വൈകുന്നേരവും ഫുഡുണ്ട്, അതും കൃത്യമായിട്ട് പറഞ്ഞുകൊള്ളാം. അപ്പോൾ ഈ രീതിയിൽ പ്രഭാത ഭക്ഷണം ക്രമീകരിക്കാനും കഴിക്കാനും നോയമ്പിന്റെ ചൈതന്യം സ്വന്തമാക്കാനും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. മറക്കാതെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം. കാരണം നമ്മൾ വളരെ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. കാരണം സ്കൂളിലേക്ക് പോകുന്ന കൊച്ച് കുഴഞ്ഞു വീഴുകയാണ്, കോളേജിലേക്ക് പോകുന്ന യുവതി കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യ ജീവിതത്തെ, ആയുസ്സിനെ എല്ലാം തിരിച്ചു പിടിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം, നന്മ നിറഞ്ഞ സാഹചര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ സന്തോഷത്തിന്റെയും ആരോഗ്യത്തിന്റെയും ആയുസ്സിന്റെയും ആനന്ദത്തിന്റെയും ഒരു നല്ല ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ നോയമ്പ് കാലത്ത് സാധിക്കട്ടെ. ആ ജീവിതം തുടർന്ന് മുന്നോട്ട് നയിക്കാനും ഒരു പർദീസയുടെ അനുഭവം പോലെ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരം ആക്കാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.